ഇതം പ്രഥമമായി ട്രംപിന് പരാജയം നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് ട്രംപ് പിന്മാറണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് സെനറ്റിന്റെ വോട്ടാണ് നിർണായകം. പ്രസിഡന്റിന് എന്തും എപ്പോഴും ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അവിടെ നിയമം അനുസരിച്ച് മാത്രമേ, ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ മാത്രമേ കാര്യങ്ങൾ നീർക്കുപോക്ക് ഉണ്ടാകൂ. പതിവ് പോലെ തന്നെ ഇറാൻ എപ്പോഴെല്ലാം പ്രകോപിതമാകുന്നു അപ്പോഴെല്ലാം തന്നെ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാനുമുള്ള നിർണായക പ്രമേയം US ജനപ്രതിനിധി സഭ പാസാക്കിയിരിക്കുകയാണ്. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസ്സായത്. ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പിന്തുണച്ചു. യുഎസിലെ വാർ പവേഴ്സ് ആക്ട് പ്രകാരം സൈനിക നടപടി തുടങ്ങി 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ അനുമതി തേടണം. എന്നാൽ ഈ കാലാവധി ആഴ്ചകൾക്ക് മുൻപ് അവസാനിച്ചിട്ടും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അനുമതി തേടിയിട്ടില്ല എന്നും പ്രസിഡന്റ് നിയമം ലംഘിക്കുകയാണ് എന്നും ഡെമോക്രാറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം സൈനിക നടപടികൾ അവസാനിപ്പിക്കാനായി ട്രംപിനെ നിർബന്ധിക്കുന്ന ഒരു പ്രമേയം ഇതാദ്യമായാണ് പാസ്സാകുന്നത്. ട്രംപിന്റെ സൈനിക നയങ്ങൾക്കെതിരെയുള്ള കനത്ത തിരിച്ചടിയല്ലേ ഇത്? ട്രംപിന്റെ സൈനിക നയങ്ങൾ ആത്യന്തികമായി അംഗീകരിക്കപ്പെടേണ്ടത് അമേരിക്കൻ ജനതയാലാണ്. അവരുടെ പ്രതിനിധികളാണല്ലോ അമേരിക്കൻ കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങൾ. അതിൽ അധോമണ്ഡലമായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് 434 അംഗങ്ങളുള്ള ഹൗസിന്റെ ഒരു ലേശം മാർജിനൽ റിപ്പബ്ലിക്കൻസിന് തന്നെയാണ് ഭൂരിപക്ഷം. പക്ഷേ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ മാറി ചിന്തിച്ചപ്പോൾ ട്രംപിന് അനുകൂലമായി കൈപൊക്കാൻ അവിടെ ഭൂരിപക്ഷം അംഗങ്ങളെ കിട്ടിയില്ല. അങ്ങനെയാണ് വാർ പവേഴ്സ് ആക്ട് 1970-കളിലെ യുദ്ധം തുടരണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം വാങ്ങണം എന്ന് അനുശാസിക്കുന്ന വാർ പവേഴ്സ് ആക്ട്, അതനുസരിച്ച് പ്രസിഡന്റിന് യുദ്ധം തുടരാൻ 60 ദിവസത്തേക്ക് സാധിക്കൂ. അതിനുശേഷം യുദ്ധം തുടരാം. പക്ഷെ തുടരണമെങ്കിൽ പാർലമെന്റായ കോൺഗ്രസിന്റെ അംഗീകാരം നേടിയിരിക്കണം. 60 ദിവസം കടന്നും യുദ്ധം മുന്നോട്ട് പോവുകയാണ്. വെടിനിർത്തലുണ്ട് എന്ന് പറയുമ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് അധോമണ്ഡലം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഉണർന്നു പ്രവർത്തിക്കുകയും ട്രംപിനെതിരായി മുൻപ് 2-3 വട്ടം പ്രമേയം വന്നപ്പോഴും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റും ട്രംപിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ചെറിയ മാർജിനേ ഉള്ളായിരുന്നു. പക്ഷേ ഇതം പ്രഥമമായി ട്രംപിന് പരാജയം നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് ട്രംപ് പിന്മാറണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് സെനറ്റിന്റെ വോട്ടാണ് നിർണായകം. അത് മാത്രമല്ല, അമേരിക്കയുടെ അഭിപ്രായം മാറുന്നു. അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അഭിപ്രായം മാറുന്നു. നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ ഒരു സംവിധാനത്തിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഈ 3 സംവിധാനങ്ങൾ ചേർന്നതാണ് അമേരിക്ക എന്ന ഫെഡറൽ സംവിധാനം. അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് മാത്രമാണ് പ്രസിഡന്റ്, നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ്. ട്രംപിന് മറ്റേത് രാജ്യത്തെ പ്രസിഡന്റിനേക്കാളും കൂടുതൽ അധികാരങ്ങളുണ്ട് എന്ന് തോന്നാം, കാരണം അതൊരു പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. പക്ഷേ എന്ന് വെച്ചാൽ പ്രസിഡന്റിന് എന്തും എപ്പോഴും ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അവിടെ നിയമം അനുസരിച്ച് മാത്രമേ, ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെ മാത്രമേ കാര്യങ്ങൾ നീർക്കുപോക്ക് ഉണ്ടാകൂ. അതിലൊന്നാണ് ചെക്സ് ആൻഡ് ബാലൻസസ്. അതെന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് പരിധി ലംഘിച്ച് യുദ്ധവുമായി ചാടിപ്പുറപ്പെട്ടാൽ അതിനെ നിയന്ത്രിക്കാൻ 60 ദിവസത്തിന് ശേഷമെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിയുന്നു. അതിപ്പോൾ വെറും വാക്കല്ല, അത് പ്രാവർത്തികമായി മാറുന്നു എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, ജുഡീഷ്യറി വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ ഈ സമീപ ഭൂതകാലത്ത് കേട്ടതാണ്, കണ്ടതുമാണ്. ട്രംപ് മുൻപിൻ നോക്കാതെ ടാരിഫുകൾ പ്രഖ്യാപിച്ച് അങ്ങ് ലോകത്തോടായി യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുകയായിരുന്നു. ട്രംപിന്റെ ടാരിഫിനെയൊക്കെ എടുത്ത് തോട്ടിൽ കളഞ്ഞില്ലേ അമേരിക്കയുടെ ഫെഡറൽ ജുഡീഷ്യറി. അപ്പോൾ കോടതിക്കും ഒരു ബാലൻസറാകാൻ, ചെക്ക് വെക്കാൻ, അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന് ചെക്ക് വെക്കുകയും അതിനെ പവർ ബാലൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ശുഭോദർക്കമായ ഒരു കാര്യമാണ്, യുദ്ധം അവസാനിച്ചേ പറ്റൂ. അത് ഇറാൻ കീഴടങ്ങിയാൽ മാത്രമല്ല യുദ്ധം അവസാനിക്കേണ്ടത്, അമേരിക്ക പിൻവാങ്ങിയാലും യുദ്ധം അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നിർബന്ധിതനാകുന്നു സ്വന്തം ജനതയിൽ നിന്നും, സ്വന്തം ഘടനകളിൽ നിന്നും ഉണ്ടാകുന്ന എതിർപ്പ് തൃണവൽഗണിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ഒരു വ്യക്തി, അത് പ്രസിഡന്റ് തന്നെയാണെങ്കിലും, ഏറെ മുന്നോട്ട് പോകാനോ ആവില്ല എന്ന സത്യം ഒരിക്കൽ കൂടി വെളിവാവുകയാണ്. ട്രംപ് റീതിങ്ക് ചെയ്യാൻ നിർബന്ധിതനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ട്രംപിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇറാൻ മേഖല വീണ്ടും യുദ്ധത്തിലേക്കാണോ പോകുന്നത്?
ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നു. ഇറാൻ കുവൈറ്റിലും ബഹ്റൈനിലും തിരിച്ചു ആക്രമണം നടത്തുന്നു. ഇതിന് പിന്നാലെ ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ പ്രാദേശിക അതിർത്തിയോട് അടുക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലിനെ തങ്ങളുടെ നാവികസേന വിജയകരമായി ലക്ഷ്യമിട്ടതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിലേക്ക് മടങ്ങുകയാണോ പശ്ചിമേഷ്യ? കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എല്ലാ കണ്ണുകളും വീണ്ടും ഹോർമൂസിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഖെഷം ഐലൻഡ് ഇറാന്റെ ഏറ്റവും വലിയ ദ്വീപുകളാണ്. 100ഓളം ദ്വീപുകൾ ഇറാനുണ്ട്. ചെറുതും വലുതുമായ തീരെ ചെറിയ ദ്വീപുകളുമുണ്ട്. ഇത് ലേശം വലിയ ദ്വീപാണ്. ഏറ്റവും വലിയ ഇറാന്റെ ദ്വീപുകളിൽ ഏറ്റവും വലുതാണ്. ഇറാന്റെ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി, പ്രത്യേകിച്ച് ഹോർമൂസിന് അഭിമുഖമായി, ആ ഹോർമൂസ് ആകുന്ന കുപ്പിക്കഴുത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്വല്പം നീണ്ടു കിടക്കുന്ന ദ്വീപാണ് ഖെഷം ഐലൻഡ്. അവിടെ എണ്ണ കേന്ദ്രമൊന്നുമല്ല, അത് ഖാർഗ് ഐലൻഡാണ്. അത് വളരെ ഉള്ളിലാണ്. ഖാർഗ് ഐലൻഡ് അവിടെ നിന്നാണ് 400 ചില്ലുവാനം നോട്ടിക്കൽ മൈൽസ് ഉള്ളിലാണ് കിടക്കുന്നത്. ഇത് ഖെഷം ഐലൻഡിൽ ആകെ ഉള്ളത് ചില മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആണ്. ഒരു 15,000-ഓളം 1,80,000-ഓളം ജനങ്ങളുണ്ട് അവിടെ. അതുപോലെ 1,500 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. അപ്പോൾ തീരെ ചെറുതല്ല, ലേശം വലിപ്പമുള്ളൊരു ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപിൽ അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ട്. ഇപ്പം ഹമാസ് ഒക്കെ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഈ ഗസയിൽ ജീവിച്ചു എന്ന് പറയുന്ന പോലെ കുറേ അണ്ടർഗ്രൗണ്ട് ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അതിൽ ചിലതെല്ലാം മിസൈലുകൾ ശേഖരിച്ചു വയ്ക്കാൻ പര്യാപ്തമായ ഇടങ്ങളാണ്. അപ്പം അവിടേക്കെല്ലാം ആക്രമണം നടത്തി എന്ന് വേണം കരുതാൻ. അത് മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റഡാർ കേന്ദ്രങ്ങൾ, ഇറാന്റെ റഡാറുകൾ, അതായത് ഈ പ്രാദേശികമായി ഉള്ള നീക്കങ്ങളെ പരീക്ഷിക്കുന്ന റഡാർ സംവിധാനം, അതുപോലെ ഡ്രോണുകളെ, ഇറാന്റെ ഏറ്റവും വലിയ ശക്തി ഡ്രോണുകളാണ്, തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഡ്രോണുകൾ. ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ, പിന്നെ അവിടുത്തെ ലോക്കൽ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഇതെല്ലാം തന്നെ ആക്രമണ വിധേയമായി. അതിന് തൊട്ടു മുൻപ് തന്നെ ഇറാൻ ബന്ധമുള്ളൊരു കപ്പൽ, ഇറാന്റെ തുറമുഖത്തും നീങ്ങിയായിരുന്ന ഒരു എണ്ണ കപ്പൽ അമേരിക്ക ആക്രമിച്ചു. എൻജിൻ റൂമിന് നേരെ ആക്രമണമുണ്ടായി. ജീവനക്കാർ അവിടുന്ന് എൻജിൻ സ്റ്റോപ്പ് ചെയ്ത കപ്പൽ ഡീഫങ്ക്റ്റ് ആയി, കപ്പൽ ഇമ്മൊബൈൽ ആയി മാറി. ഇത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ഇറാൻ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ പതിവ് പോലെ തന്നെ ഇറാൻ എപ്പോഴെല്ലാം പ്രകോപിതമാകുന്നുവോ അപ്പോഴെല്ലാം തന്നെ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകുന്നു. പ്രതികരണം എങ്ങോട്ടാണ്? അമേരിക്കയുടെ 19-ലധികം താവളങ്ങൾ 8 വ്യത്യസ്തമായ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഗൾഫ് മേഖലയിൽ തൊട്ടു പുറത്തുമുള്ള രാജ്യങ്ങൾ, പേർഷ്യൻ ഗൾഫ് മേഖലയിൽ 8 രാജ്യങ്ങളിലായി 19ഓളം താവളങ്ങളാണ്, വലുതും ചെറുതുമായ അമേരിക്കൻ സേനാ താവളങ്ങൾ. അതിൽ ബഹ്റൈനിലുള്ള മനാമ പ്രദേശത്താണ് ഉള്ള 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു. ഏതാനും ഡ്രോണുകളും മിസൈലുകളും അങ്ങോട്ട് പാഞ്ഞു. അതേപോലെ തന്നെ കുവൈറ്റ്, വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ, പേർഷ്യൻ ഗൾഫിൻ്റെ അങ്ങേ അറ്റമാണ്, അങ്ങ് പടിഞ്ഞാറേ അറ്റമാണ്, വടക്ക് പടിഞ്ഞാറേ അറ്റമാണല്ലോ കുവൈറ്റ്. കുവൈറ്റ് ചെറിയ രാജ്യമാണ്, എണ്ണസമ്പന്നമായ രാജ്യമാണ്, ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനമാണ്. കുവൈറ്റ് സിറ്റി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. കുവൈറ്റിലെ അമേരിക്കൻ ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കുന്നത് മനസ്സിലാക്കാം, അതും ആക്രമിക്കപ്പെട്ടു. കുവൈറ്റ് നഗരത്തിലെ ഈ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 പ്രാക്ടിക്കലി ഡിഫെക്റ്റായി. അവിടെ കാര്യമായ ആക്രമണം, 63 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. 3 പേരുടെ നില വളരെ ഗുരുതരമാണ്. ഏതാനും പേർ ആശുപത്രിയിലാണ്. അപ്പം ഇവിടെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ഇറാൻ തിരഞ്ഞെടുക്കുകയാണ്. കാരണം നമ്മൾ നോക്കൂ, ഒരു യുദ്ധത്തിൽ ചില കാര്യങ്ങൾ അരുത് എന്ന് പറയേണ്ടി വരും. ഒക്കെ ധാർമ്മികതയാണ്. ഇപ്പോൾ ആധുനിക യുദ്ധത്തിൽ ധാർമ്മികതയ്ക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞാലും ചില ലക്ഷ്മണ രേഖകൾ അതിലംഘിക്കാൻ പാടില്ല. ഡോണ്ട് ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്നാണല്ലോ ബോക്സിങ്ങിലെ പ്രമാണം. ഇപ്പം ചില ഇടങ്ങൾ ദുർബലമാണ്, അവിടെ പ്രതിരോധമില്ല. സാധാരണ ജനങ്ങളല്ലേ എയർപോർട്ടിൽ. ഇപ്പം തന്നെ കഴിഞ്ഞ 2 മാസം അടഞ്ഞു കിടന്ന എയർ ട്രാഫിക്കാണ്. അത് ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് നാടകീയമായ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിനുള്ള പ്രകോപനം സൃഷ്ടിച്ചത് ഒരുപക്ഷെ അമേരിക്കയാകാം. ഇപ്പോഴിതാ പ്രകോപനം അടുത്ത ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇറാൻ അമേരിക്കൻ ഗൺ ബോട്ടുകളെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അമേരിക്കൻ പെട്രോളിംഗ് നടത്തിയിരുന്ന ഇറാൻ തീരത്ത്, അതായത് മറുപക്ഷത്ത് ഹോർമൂസിന് കിഴക്ക് ഭാഗത്ത് ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ പ്രദേശത്തോട് ചേർന്ന് നിരീക്ഷണം നടത്തിയിരിക്കുന്ന അമേരിക്കൻ വെസൽസിനെ ഇറാൻ പിന്തിരിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് അറ്റാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്ക് അഭംഗുരം നടക്കുന്നു. വെടിനിർത്തൽ മരീചികയായി മാറിയിരിക്കുന്നു. സമാന്തരമായി ചർച്ചകളുടെ അന്തരീക്ഷം തുടരുന്നു എന്ന് ട്രംപ് പറയുന്നു. അത് മാത്രമല്ല, ഒരു കാറ്റും കൂടെ വെച്ച് കാച്ചിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം. എനിക്ക് ആയത്തുള്ള
അലി ഖൊമേനിയുടെ മകൻ മുജ്തബ ഖൊമേനി ഒന്ന് കാണണമെന്നുണ്ട്. അപ്പം അദ്ദേഹം അങ്ങ് പോയി എന്നാണല്ലോ ട്രംപ് പറഞ്ഞിരുന്നത്. പരമോന്നത നേതാവ്, ഇറാന്റെ പരമോന്നത നേതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും മുജ്തബ ഖൊമേനി അന്നത്തെ ഫെബ്രുവരി 28 ആക്രമണത്തിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ അംഗഭംഗം വന്നു. അദ്ദേഹത്തെ പുറത്തെങ്ങും കാണാൻ, അത് സത്യമാണ്. പകൽ വെളിച്ചത്തിൽ പുറത്ത് മുജ്തബ ഖൊമേനിയെ ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടില്ല ആരും. അതുകൊണ്ട് മുജ്തബയുടെ ഐഡന്റിറ്റി എവിടെയാണ് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. പക്ഷേ അമേരിക്കയുടെ ലേറ്റസ്റ്റ് കണക്കുകൂട്ടലനുസരിച്ച് മുജ്തബ ഖൊമേനി ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് IRGCക്ക് ചില കമാൻഡുകൾ കൊടുക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ തലപ്പത്ത് മുജ്തബ ഖൊമേനി തന്നെയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ കാണാൻ താൻ താല്പര്യപ്പെടുന്നു എന്നാണ് ട്രംപ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തമാശയായിട്ട് കാണണോ, ഗൗരവമായിട്ട് കാണണോ? ട്രംപിന്റെ വർത്തമാനത്തെ എത്രത്തോളം ഗൗരവമായിട്ട് കാണാനാവും? ഒക്കെ ചോദ്യങ്ങളാണ്. അപ്പം ഇതെല്ലാം ഉണ്ട്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നു. ഇറാൻ ഇതിനിടയിൽ ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായി ഉപേക്ഷിക്കും എന്ന് തനിക്ക് ഉറപ്പ് നൽകി എന്ന് ട്രംപ് 26ാമത്തെ പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നു. എന്തുറപ്പാണ്? ഇറാൻ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടുമില്ല. ആണവായുധങ്ങൾ തങ്ങൾ നിർമ്മിക്കുന്നില്ല. ഒരിക്കലും ഇറാൻ പറഞ്ഞിട്ടില്ല. ആണവായുധങ്ങൾ നിർമ്മിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. ആണവ ഗവേഷണം നടത്തുമെന്നും ആണവ സമ്പുഷ്ടീകരണം നടത്തുമെന്നും അത് ഊർജ്ജാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഊർജ്ജാവശ്യത്തിന് എന്തിനാണ് 60% സമ്പുഷ്ടീകരണം എന്ന ചോദ്യം ന്യായമാണ്. അതൊക്കെ ചോദ്യമാണ്. പക്ഷേ രാജ്യസുരക്ഷയ്ക്ക് ആണവ പ്രതിരോധം, ആണവ ഡിറ്ററൻസ് എന്ന ഒരു മാർഗം ഇറാൻ അഡോപ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അത് കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് എങ്ങനെ ഉറപ്പുകൾ നൽകി അതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാം? സുരക്ഷാ ഉറപ്പുകളാണ് ഇറാനും വേണ്ടത്. അമേരിക്കയ്ക്ക് വേണ്ടതും സുരക്ഷാ ഉറപ്പല്ലേ? ഇസ്രയേലിന് വേണ്ടതും സുരക്ഷാ ഉറപ്പുകളല്ലേ? ഈ ഉറപ്പുകൾ ഒരു കരാറിലൂടെ നൽകപ്പെട്ടാൻ കഴിയുമെങ്കിൽ, ഉറപ്പുകൾ ഇല്ലാത്തപ്പോഴാണ് ആണവ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആണവ സുരക്ഷിതത്വം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് നേടാൻ ഒരു രാജ്യം ശ്രമിക്കുന്നത്. ആ സാഹചര്യത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ ആണവ സാങ്കേതിക വിദ്യയല്ല. എന്തായാലും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂസ് മിസൈലുകളുടെയും ഒക്കെ സാങ്കേതിക വിദ്യ ഇറാന്റെ കൈവശമുണ്ടല്ലോ. സാങ്കേതിക വിദ്യയെ കൊല്ലാനാവില്ലല്ലോ, മിസൈലുകളെ നശിപ്പിക്കാം. പക്ഷേ സാങ്കേതിക വിദ്യ കൈവശമുണ്ട്. അതേപോലെ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ സാങ്കേതിക വശം ഇറാന് ഇപ്പോൾ ലഭ്യമാണ്. അത് സമ്പുഷ്ടീകരിച്ച് വെപ്പണൈസ് ചെയ്തെടുക്കുക എന്നതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം എന്ന് മാത്രം. അതുകൊണ്ട് അമേരിക്ക പറയുന്നതിൽ കൺസിസ്റ്റൻസി തീരെ ഇല്ലാതെ വരുന്നു. പേർഷ്യൻ ഗൾഫ് മേഖല ആകമാനം കലുഷിതമായി തന്നെ തുടരുന്നു.